ഇതിൽ ചർച്ചകൾ ഈ ഘട്ടത്തിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. എങ്ങനെയായിരിക്കും ഇത് നമ്മളെ, ഇന്ത്യയെ, അതോടൊപ്പം തന്നെ ഇന്ത്യൻ വിപണിയെ ബാധിക്കുക എന്നുകൂടി നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. സ്വാഭാവികമായും വ്യാപാര മേഖലയിൽ ഇത് വലിയ ആശങ്ക. നോക്കൂ, ഇന്ന് തന്നെ സെൻസെക്സ് നഷ്ടത്തിലാണ് വ്യാപാരം തുടങ്ങിയിട്ടുള്ളത്. എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. കയറ്റുമതി നിരക്ക് കുറയും എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയ രീതിയിൽ നഷ്ടമുണ്ടാക്കും. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഫാർമ, അതോടൊപ്പം തന്നെ സ്റ്റീൽ, അതോടൊപ്പം വസ്ത്ര മേഖലകളെയാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഫാർമ, സ്റ്റീൽ, വസ്ത്രങ്ങളൊക്കെയാണ്. അപ്പോൾ ആ മേഖലയെ കാര്യമായി തന്നെ ബാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ GDPയും, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കയറ്റുമതി ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ്. അപ്പോൾ നമ്മുടെ GDPയെ തന്നെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയും ബാധിക്കും. അതോടൊപ്പം തൊഴിൽ അവസരങ്ങൾ കുറയും എന്നുള്ള കാര്യവും വലിയ ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. റഷ്യയുമായുള്ള വ്യാപാര കരാറും ഭീഷണിയിലാണ്. കാരണം റഷ്യയുമായി ഇന്ധനം വാങ്ങുന്നതിനെ അമേരിക്ക നഖശികാന്തം ട്രംപ് എതിർക്കുകയാണ്. അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പാകിസ്ഥാനുമായി ആ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്ന ഒരു സാഹചര്യം ഒരു ദിവസം വരുമെന്ന് പോലും ട്രംപ് ഇന്ന് പറയുകയാണ്. അതോടൊപ്പം രൂപയുടെ മൂല്യം ഇടിയാനും സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മളെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ്. നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധനും ചരിത്ര അധ്യാപകനുമായ PJ വിൻസെന്റ് അതിഥിയായി ചേരുന്നുണ്ട്. സ്വാഗതം വിൻസെന്റ് മാഷെ. നമുക്ക് അറിയേണ്ടത് ഇന്ത്യയെ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ള വിഷയം തന്നെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. എന്നാലും നിലപാടിൽ ഉറച്ചാണ് ഡൊണാൾഡ് ട്രംപ്. നരേന്ദ്രമോദിക്ക് മൈ ഫ്രണ്ടിനോട് സംസാരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? തീർച്ചയായിട്ടും ഇത് ഒരു ദീർഘകാല സംഘർഷത്തിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല. അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് വ്യാപാര മിച്ചമുണ്ട്. 24-25 സാമ്പത്തിക വർഷത്തിൽ 86.51 ബില്യൺ US$ കയറ്റുമതിയാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഉണ്ടായത്. എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി 45.33 ആണ്. അപ്പോൾ 41.18 ബില്യൺ US$ ട്രേഡ് സർപ്ലസ് ആണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡിലുള്ളത്. ഇത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ട്രംപ് പറയുന്നത് ഓവർ ദി ഇയേഴ്സ് വി ഹാവ് ഡൺ റിലേറ്റീവ്ലി ലിറ്റിൽ ബിസിനസ് വിത്ത് ദം ബിക്കോസ് ഓഫ് ദെയർ താരിഫ് ഈസ് ഫാർ ടു ഹൈ എന്നാണ് അതിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ വ്യാപാര മിച്ചം കുറച്ചു കൊണ്ടുവരിക എന്ന അമേരിക്കൻ ദേശീയ താല്പര്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സമീപനമാണ് അമേരിക്ക എടുക്കുന്നത്. ഇത് ഇന്ത്യയെ മാരകമായി ബാധിക്കും. കാരണം നമ്മളുടെ കാർഷിക മേഖല തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. അതുപോലെ പാലുൽപ്പന്നങ്ങളുടെയും മേഖല തുറന്നു കൊടുക്കണം. ഈ കാർഷിക ചർച്ചകൾ ഏറ്റവും കൂടുതൽ നടന്നത് കാർഷിക ക്ഷീര വിപണികൾ തുറന്നു കൊടുക്കണം. അതിനോട് എനിക്ക് തോന്നുന്നു ആ ചർച്ചകൾ അധികം മുന്നോട്ട് പോയില്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അത് ഇന്ത്യയിൽ വലിയ കർഷക പ്രക്ഷോഭങ്ങൾക്കും ഇന്ത്യയുടെ സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമാകും. കാരണം കൃഷിയും അതുപോലെ ക്ഷീര വ്യവസായവുമൊക്കെയാണ് ഉത്തരേന്ത്യയിൽ ഇന്ന് വലിയൊരു ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ മേഖലയിൽ വലിയ മത്സരം വരികയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധി മാരകമായിരിക്കും. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇന്ത്യക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന്, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വലിയ വളർച്ച ഇന്ത്യയുടെ ഈ മിനി, മൈക്രോ, മീഡിയം റേഞ്ച് എന്റർപ്രൈസസിന്റെ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അവരെ മാർക്കറ്റിന്റെ മത്സരത്തിന് വിട്ടുകൊടുത്താൽ സ്വാഭാവികമായിട്ടും വലിയ പ്രതിസന്ധിയായിരിക്കും ഇന്ത്യക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പാകിസ്ഥാനും അമേരിക്കയുമായി ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിലേക്ക് പോവുക എന്നത് തന്നെയാണ് കരണീയമായിട്ടുള്ളത്. ഇപ്പോൾ 36% നികുതിയാണ് കഴിഞ്ഞ തവണ ട്രംപ് മരവിപ്പിച്ച നികുതി 36%. അത് പക്ഷേ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്ക് മേലെയും വൻ നികുതി പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. വളരെയധികം നന്ദി ശ്രീ PJ വിൻസെന്റ് സംസാരിച്ചതിന്.